ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ഇന്ന് നമ്മൾ സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് എന്ന ചാപ്റ്ററിന്റെ അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്, ലാസ്റ്റിലേക്കുള്ള ഒരു ചാപ്റ്ററാണ്. ആൻഡ് ഇതിന്റെ എക്സാക്ട് കണ്ടിന്യൂഷൻ ആയിട്ട് 10th CBSE നിങ്ങൾക്ക് സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് വരുന്നുണ്ട്. സോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. സോ ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് കോൺസെപ്റ്റ്സ് നിങ്ങളെ ഞാൻ 20 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അതിൽ താഴെ സമയം കൊണ്ട് ഒരു 10 to 20 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചിട്ടെ. നോക്കുക, നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഫോർമുലാസ് ഓർമ്മിച്ച് വെക്കാനല്ലേ. ഫോർമുലാസ് പഠിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ഫോർമുലാസ് ഉൾപ്പെടുന്ന ഒരൊറ്റ പേജുള്ള ഒരു സിംഗിൾ പേജുള്ള ഫോർമുല ഷീറ്റ് തരട്ടെ. ഈ ക്ലാസ്സിൽ വൺസ് ഒരു സമയത്ത് ഞാൻ ഫോർമുല ഷീറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ പക്ഷേ ഫോർമുല ഷീറ്റ് മാത്രം പഠിച്ചു പോകരുത്. കാരണം അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ജസ്റ്റ് ഫോർമുല മാത്രം ഓർമ്മ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. എങ്ങനെ ഇക്വേഷൻസ് വന്നു, എന്താണ് ഈ ഓരോ ഏരിയ എന്ന് പറയുന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർമുല ഷീറ്റ് കൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. ഫോർമുല എപ്പോഴാണ് യൂസ് ചെയ്യുക? ക്വസ്റ്റ്യൻ മനസ്സിലായാലല്ലേ. ക്വസ്റ്റ്യൻ മനസ്സിലാവണമെങ്കിൽ, അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് മനസ്സിലാവണമെങ്കിൽ എങ്ങനെയാണ് ഓരോ ഏരിയ വരുന്നത്, എങ്ങനെയാണ് വോളിയം വരുന്നത് എന്നൊക്കെ കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് കോണാണ്. കോൺ അല്ലെങ്കിൽ റൈറ്റ് സർക്കുലർ കോൺ. റൈറ്റ് സർക്കുലർ കോൺ, സിംപ്ലി കോൺ. നമുക്ക് റൈറ്റ് സർക്കുലർ കോണേ പഠിക്കുന്നുള്ളൂ. റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ മക്കളെ. ഹൈറ്റ് ഇല്ലേ, നമ്മളൊരു കോൺ ഐസ്ക്രീം വാങ്ങി, അതിൻ്റെ മേലെ ഐസ്ക്രീം ഇല്ല കേട്ടോ, മേലെ ഐസ്ക്രീം ഇല്ലാന്നിരിക്കുക, കോൺ മാത്രം. ഒന്ന് ഞാനിവിടെ കമത്തിങ്ങനെ വെച്ചു. അതിൻ്റെ ഹൈറ്റ്, അത് മേശമെന്ന് എത്ര ഹൈറ്റിലാണുള്ളത് അതാണ് അതിൻ്റെ ഹൈറ്റ്. അതായത് ഇതാ ഈ ഹൈറ്റ്. അഥവാ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടെക്സിൽ നിന്ന്, അതിൻ്റെ ആ മൂലല്ലേ കോർണർ, ആ വെർട്ടെക്സിൽ നിന്ന് കോണിൻ്റെ ആ ഫ്ലാറ്റ് സർഫസിലുള്ള ബേസ് ബേസ് സർക്കിളാണ്. കോണിൻ്റെ ബേസ് സർക്കിളാണ്. ആ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് വെർട്ടെക്സ് എന്ന് വരയ്ക്കുന്ന ലൈൻ, അതാണ് ഹൈറ്റ്. ആ ഹൈറ്റ് എപ്പോഴും ബേസ് സർക്കിളിൻ്റെ റേഡിയസുമായിട്ട്, ബേസിലുള്ള സർക്കിളിൻ്റെ റേഡിയസുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രിയിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റൈറ്റ് സർക്കുലർ കോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 90 ഡിഗ്രി അല്ലാത്ത കോണുകളും ഉണ്ട്, പക്ഷേ നമുക്കത് പഠിക്കാനില്ല. അപ്പോൾ അങ്ങനെയുള്ള കോണുകൾ റൈറ്റ് സർക്കുലർ അല്ലാത്ത കോണാണ്. 90 ഡിഗ്രി ആയ കോണാണ് റൈറ്റ് സർക്കുലർ കോൺ. അപ്പോൾ നമുക്ക് 9th ലും 10th ലും ഒക്കെ ആണെങ്കിലും എവിടെയാണെങ്കിലും റൈറ്റ് സർക്കുലർ കോൺസേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് റൈറ്റ് സർക്കുലർ കോൺ എടുത്തെടുത്ത് പറയില്ല. നമ്മൾ കോണിന് മാത്രമേ പറയുള്ളൂ, കാരണം നമുക്കതേ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ കോണിന് 3 മെഷർമെൻറ്റ്സ് ആണുള്ളത്. ഏതൊക്കെ അറിയോ? ഒന്ന് ആ ബേസ് സർക്കിളിൻ്റെ റേഡിയസ് 6, പിന്നെ ഇപ്പോൾ പറഞ്ഞ ഹൈറ്റ് H. ഇനി ആ ചെരിഞ്ഞ ഭാഗം കണ്ടോ, ചെരിഞ്ഞ സൈഡില്ലേ, കോണിന് ചെരിഞ്ഞൊരു സാധനമില്ല, നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ചെരിഞ്ഞ സാധനം. ആ ചെരിഞ്ഞ ലെങ്ത് എത്രയാണ്? ചെരിഞ്ഞ ലെങ്ത്, ആ ചരിവുള്ള ലെങ്ത് ഇല്ലേ, ഇതാ ഈ ലെങ്ത് എത്രയാണെന്നറിയോ? അതിനെയാണ് നമ്മൾ L എന്ന് വിളിക്കുക. അഥവാ സ്ലാൻഡ് ഹൈറ്റ്. എന്താ സ്ലാൻഡ് ഹൈറ്റ്? ആൻഡ് നിങ്ങൾ നോക്കിയാൽ മക്കൾക്ക് മനസ്സിലാവും, ഈ ഹൈറ്റും അതേപോലെ തന്നെ റേഡിയസും അതേപോലെ തന്നെ സ്ലാൻഡ് ഹൈറ്റും മൂന്നും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 90 ഡിഗ്രി ആംഗിൾ വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്ത് കാണാൻ പറ്റും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് റേഡിയസും ഹൈറ്റും. ഹൈപ്പോട്ടിനിയസ് ഏതാ? 90ൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് സ്ലാൻഡ് ഹൈറ്റ്. എല്ലാണ് ഹൈപ്പോട്ടിനിയസ്. അന്നപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വന്നാൽ നമുക്കറിയാം എന്താ സാധനം വരിക? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. എന്താ പൈതഗോറസ് തിയറം? L² എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടിനിയസിൻ്റെ സ്ക്വയർ, ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റിൻ്റെ സ്ക്വയർ ആണ്. ഇതാണ് പൈതഗോറസ് തിയറം. അതായത് L, R, H ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ, അതിനെന്ത് ഉപയോഗിക്കണം? ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൂടാ. ഓക്കെ ആണല്ലോ. L എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക? L = √(r² + h²). H എന്ന് പറഞ്ഞാൽ എന്താ? √(l² - r²). R എന്ന് പറഞ്ഞാൽ √(l² - h²). ഓക്കെ അല്ലേ? ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കർവ്ഡ് സർഫസിൻ്റെ ഏരിയ എന്താ നോക്കാം. ഈ കോണിൻ്റെ കർവ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കർവ്ഡ് സർഫസ് പറഞ്ഞാൽ കർവായിട്ടുള്ള സർഫസാണ്. അതായത് പ്ലെയിൻ സർഫസ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഫോണിൻ്റെ സ്ക്രീൻ പ്ലെയിൻ സർഫസ് ആണ്. പിന്നെ ഈ റിമോട്ടിൻ്റെ ബാക്ക് ഭാഗം പ്ലെയിൻ സർഫസ് ആണ്. എന്നാൽ ഈ മൗസ് കണ്ടോ നിങ്ങൾ? ഈ മൗസിൻ്റെ ഈ ഒരു ഭാഗമല്ലേ, ഇത് കർവ്ഡ് ആണ്. അപ്പോൾ കർവായിട്ടുള്ള ഭാഗത്തിനെയാണ് കർവ്ഡ് സർഫസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏതാണെന്നിപ്പോൾ ഇതാ ഈ ഭാഗമാണ് കർവ്ഡ് സർഫസ്. മറ്റേ സർക്കിൾ ഫ്ലാറ്റ് ആണല്ലോ, അത് പ്ലെയിൻ ആണല്ലോ, അപ്പോൾ സർക്കിളില്ല. ഈ കർവ്ഡ് ഭാഗം, ഈ ഭാഗം മാത്രം, അതാണ് എന്ത്? കർവ്ഡ് സർഫസ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ π × r × l ആണ്. πRL ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? πRL കർവ്ഡ് സർഫസ് ഏരിയ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്താ? ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ ഈ കർവ്ഡ് സർഫസിൻ്റെ കൂടെ അടിയുള്ള സർക്കിളും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്താ വരിക? πRL പ്ലസ് സർക്കിളിൻ്റെ ഏരിയ എത്രയാണ്? πr². അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ πRL + πr² അത് പഠിച്ചു. ഇനി വോളിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണ്ട് സിലിണ്ടർ പഠിച്ചിട്ടുണ്ട്. സിലിണ്ടറിൻ്റെ വോളിയം എത്രയായിരുന്നു? πr²h. അതിൻ്റെ 1/3 ആണ് കോണിൻ്റെ വോളിയം. അഥവാ 1/3 × 1/3 എന്ന് പറഞ്ഞാൽ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/3 × πr²h ആണെന്ത്? കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത്. എല്ലാം പഠിച്ചു, കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. നെക്സ്റ്റ് വൺ നോക്കുക, ക്യൂബിൻ്റെ ഒരു സൈഡ്
നമ്മൾ എ ആയിട്ടാണ് എടുക്കുക. ഒരു എഡ്ജ് എ ആയിട്ട് എടുത്തു. ക്യൂബ് നമ്മൾ റുബിക്സ് ക്യൂബ് ഓർമ്മിച്ചാൽ മതി. റുബിക്സ് ക്യൂബ് എല്ലാ എഡ്ജും സെയിം ആണ്, എല്ലാ ഫേസും സെയിം ആണ്. എല്ലാ ഫേസും എന്താ, എല്ലാ എഡ്ജും സെയിം ആണെങ്കിൽ ഇതും എ. അപ്പോൾ ഒരു ഫേസ് എന്താ സ്ക്വയർ ആയിരിക്കും ഒരു ഫേസ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ സർഫസ് ഏരിയ എത്ര വരും? എത്ര ഫേസ് ഉണ്ട് ടോട്ടൽ ഇതിന്? 1 2 3 4 5 6 ഫേസ് ടോട്ടൽ ഉണ്ട്. എല്ലാ ഫേസിൻ്റെ ഏരിയ സെയിം. അപ്പോൾ ഒരു ഫേസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് സ്ക്വയറിൻ്റെ ഏരിയ എ സ്ക്വയർ ആണ് സ്ക്വയറിൻ്റെ ഏരിയ. അപ്പോൾ ടോട്ടൽ 6 ഫേസ് ഉണ്ട് കേട്ടോ. 6a സ്ക്വയർ ആണത് ടോട്ടൽ സർഫസ് ഏരിയ. 6a സ്ക്വയറാണ്. അപ്പോൾ സ്ക്വയർ ഞാൻ ഇങ്ങനെ വെച്ചു, ക്യൂബ് ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചുറ്റിലുള്ള ഏരിയ എന്താ? ചുറ്റിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ സാധനം ഉണ്ട് എടുക്കാൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതൊരു ക്യൂബാന്ന് നിങ്ങൾ വിചാരിക്കും. അതിൻ്റെ ചുറ്റിലുള്ള ഏരിയ, അതായത് ഈ ഫേസിൻ്റെ ഏരിയ പ്ലസ് ഈ ഫേസിൻ്റെ ഏരിയ പ്ലസ് ഈ സൈഡിലുള്ള ഫേസിൻ്റെ ഏരിയ പ്ലസ് ഈ ബാക്കിലുള്ള ഫേസിൻ്റെ ഏരിയ, അതായത് മേലെയും താഴെയും കൂട്ടില്ല, മേലെയും താഴെ ഒഴിച്ച് നിർത്തിയിട്ട് ബാക്കി ചുറ്റിലുള്ള ഏരിയ, അതിനെയാണ് നമ്മൾ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് വിളിക്കുക. എന്തുകൊണ്ട് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നില്ല? കാരണം ഈ ഫേസ് കർവ്ഡ് അല്ല, ഈ ഫേസ് ഫ്ലാറ്റ് ആണ്. ഇതൊക്കെ ഫ്ലാറ്റ് ഫേസസാണ്, ഇതൊന്നും കർവ്ഡ് ഫേസ് അല്ല. ക്യൂബിനും ക്യൂബോർഡിനും എന്തില്ല, കർവ്ഡ് സർഫസ് ഇല്ല, എല്ലാത്തിനും ഫ്ലാറ്റ് സർഫസ് ഉള്ളൂ. അപ്പോൾ ഈ ചുറ്റിലുള്ള ഏരിയനെ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഫേസിൻ്റെ ഏരിയ പ്ലസ് ഈ ഫേസിൻ്റെ ഏരിയ പ്ലസ് ഈ ഫേസിൻ്റെ ഏരിയ പ്ലസ് ഈ ബാക്കിലുള്ള ഫേസിൻ്റെ ഏരിയ. ആക്ച്വലി 4 ഫേസ് അല്ലേ ഉള്ളത്, 4 ഫേസും സെയിം അല്ലേ ക്യൂബിന്. അപ്പോൾ എന്താ 4a സ്ക്വയർ. ലാറ്ററൽ സർഫസ് ഏരിയ 4a സ്ക്വയർ ആണ്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ മേലെ താഴെയുള്ളതും കൂടെ കൂട്ടിയിട്ട് 6a സ്ക്വയർ വരും. വോളിയം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. റെഗുലർ ഷേപ്സ് നോക്കാം, അതായത് നമ്മളിങ്ങനെ ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ മേലെ മുതൽ താഴെ വരെ സെയിം ഷേപ്പ് ആയിരിക്കണം. അങ്ങനെയുള്ളതിന് നോക്കാം. വോളിയം എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ ഏരിയ അതിൻ്റെ ഹൈറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ സിലിണ്ടർ പോട്ടെ, നമുക്ക് ഞാൻ ഇത് മുതൽ തുടങ്ങാം. ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസിൻ്റെ ഏരിയ, ബേസ് എന്താ സ്ക്വയറിൻ്റെ ഏരിയ എത്രയാ? എ സ്ക്വയർ. അത് ഇൻറ്റു ഹൈറ്റ് എത്രയാ? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എഡ്ജാണ്. അപ്പോൾ എന്താ വരിക? അതും എ ആണ്. അപ്പം എ സ്ക്വയർ ഇൻറ്റു എ അഥവാ എ ക്യൂബ് ആണെന്ന് വരിക, വോളിയം വരിക. പഠിച്ചേ. അപ്പോൾ വോളിയം പഠിച്ചു, TSA പഠിച്ചു, ലാറ്ററൽ സർഫസ് ഏരിയ LSA പഠിച്ചു. ഓക്കെ ആണല്ലോ. TSA എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ, CSA എന്ന് പറഞ്ഞാൽ കർവ്ഡ് സർഫസ് ഏരിയ, LSA എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സർഫസ് ഏരിയ. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് വൺ ഈസ് ക്യൂബോയിഡ്. ക്യൂബോയിഡ് നമ്മൾ ഇങ്ങനെ കിടത്തി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്യൂബോയിഡാണ്. കിടത്തി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ ഈ താഴെയുള്ള ഫേസ്. അതിൽ ലെങ്ത് കൂടിയത് L-ഉം ലെങ്ത് കുറഞ്ഞത് B-യും. ലെങ്ത് കൂടിയത് ലെങ്ത് ആയിട്ട് എടുക്കുക, കുറഞ്ഞത് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കുക. അതിൻ്റെ ഇങ്ങനെ വെക്കുന്ന വെച്ചാൽ ഈ കുത്തനുള്ളത് ഹൈറ്റ് ആയിട്ട് എടുക്കുക. അല്ലാണ്ട് ഒരിക്കലും ഹൈറ്റ് കൂടുതലായിരിക്കണം ലെങ്ത്, അങ്ങനെയല്ല. ലെങ്ത്തും ബ്രെഡ്ത്തും എന്ന് പറഞ്ഞാൽ താഴെയുള്ള ഫേസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള ഫേസ് അതിൻ്റെ നീളം കൂടിയ സൈഡാണ് ലെങ്ത്ത്, നീളം കുറഞ്ഞതാണ് ബ്രെഡ്ത്ത്. ഹൈറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് എത്രയാണോ അത് കുറവാണെന്ന് ശരി കൂടുതൽ ശരി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ L-ഉം B-യും H-ഉം ആണെന്ത് 3 മെഷർമെൻറ്റ്സ് ഇതിൻ്റെ ക്യൂബോയിഡിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂബോയിഡിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ വരിക? ക്യൂബോയിഡിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു ഇത് റെഗുലർ ഷേപ്പ് അല്ലേ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ താഴെ മുതൽ മേലെ വരെ ഒരേ ഷേപ്പിലല്ലേ പോകുന്നത്, ഒരേ രീതിയിലല്ലേ വരുന്നത്, അല്ലാണ്ട് ചെരിവുണ്ടോ? ഇപ്പോൾ കോൺ റെഗുലർ അല്ല. കാരണം എന്താ? കോൺ ഐസ്ക്രീം നിങ്ങൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞു, താഴെ നിന്ന് ഇങ്ങനെയല്ലേ പോവുക, അത് റെഗുലർ അല്ല. ഇങ്ങനെ പോയാൽ കറക്റ്റ് പോകണം, എന്നാലേ റെഗുലർ ആവുള്ളൂ. പക്ഷേ കോൺ മേലോട്ടേക്ക് വരുന്ന ഇങ്ങനെ ചെറുതായി വരില്ലേ, അപ്പോൾ അത് റെഗുലർ അല്ല. അപ്പോൾ അതിൻ്റെ ഏരിയ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഏരിയ അങ്ങനെ പറയാം. കാരണം എന്താ? ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ താഴെ മുതൽ മേലെ വരെ ഇതൊക്കെ കറക്റ്റ് സെയിം റെഗുലർ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഏരിയ, അതിൻ്റെ വോളിയം എന്താ? ബേസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ റെക്റ്റാങ്കിൾ ആണ്. അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ L-B, അതേ ഇൻറ്റു ഹൈറ്റ്, L-B × H, LBH. വോളിയം എന്ന് പറഞ്ഞാൽ LBH ആണ്. ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്താ? ഈ ഫേസിൻ്റെ ഏരിയ പ്ലസ് ഈ ഫേസിൻ്റെ ഏരിയ പ്ലസ് എല്ലാ ഫേസിൻ്റെ ഏരിയ കൂട്ടിയാൽ ടോട്ടൽ സർഫസ് ഏരിയ. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പോസിറ്റ് ഫേസിൻ്റെ ഏരിയ സെയിം ആണ്. നോക്ക്, ഈ ഫേസിൻ്റെ ഏരിയ തന്നെയാണ് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഫേസിൻ്റെ ഏരിയ. അതേപോലെ ഈ ഫേസിൻ്റെ ഏരിയ ആണ് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഫേസിൻ്റെ ഏരിയ. അപ്പോൾ ഈ ഫേസിൻ്റെ ഏരിയ തന്നെയാണ് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഫേസിൻ്റെ ഏരിയ. അങ്ങനെ എല്ലാ ഓപ്പോസിറ്റ് ഫേസിൻ്റെ ഏരിയ സെയിം ആണ്. അപ്പോൾ ആദ്യം ഈ ഫേസിൻ്റെ ഏരിയ നോക്കാം. ഈ ഫേസിൻ്റെ ഏരിയ എത്രയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ LB. പക്ഷെ അതിൻ്റെയാണ് അതിൻ്റെ ഓപ്പോസിറ്റും. അപ്പോൾ 2 LB വന്നു അല്ലേ. ഒരു LB, ഇതൊരു LB, 2 LB വന്നേ. പിന്നെ ഇത് B അല്ലേ ബ്രെഡ്ത്ത്, അതേ ഇൻറ്റു ഹൈറ്റ് BH. അപ്പോൾ BH വന്നേ. പക്ഷേ ഇതേ ഏരിയ തന്നെയല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 2BH വന്നേ. അപ്പോൾ 2LB + 2BH ആയി. പ്ലസ് പിന്നെ ഈ ഫേസിന് എത്രയാ? ഇത് ലെങ്ത്ത്, ഇത് ഹൈറ്റ്. അപ്പോൾ എന്താ? LH. അത് തന്നെയല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതാ ഈ ഫേസും സെയിം ഏരിയ. അപ്പോൾ 2LH. ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ. അത് 2 പുറത്തെടുത്തൂടെ കോമൺ ആയിട്ട്? 2 പുറത്തെടുത്ത് എന്താ വരിക? 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ LB + BH + LH. ഇതാ ടോട്ടൽ സർഫസ് ഏരിയ 2 × LB + BH + LH. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ എന്താ? ലാറ്ററൽ സർഫസ് ഏരിയ ഈ ചുറ്റിലുള്ള ഫേസ് മാത്രം നോക്കിയാൽ മതി. ചുറ്റിലുള്ള ഫേസ് മാത്രം എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റിലുള്ള ഫേസ് മാത്രം എന്ന് പറയുമ്പോൾ ഈ ഫേസിൻ്റെ ഏരിയ എത്രയാ? ലെങ്ത് ഇൻറ്റു ഹൈറ്റ് LH. അത് ഇപ്പുറത്തും അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ. അപ്പോൾ 2 LH ഉണ്ട്. പിന്നെ സൈഡിലുള്ള 2 ഫേസിൻ്റെ ഏരിയ അത് എത്രയാ? ഇത് B, ഇത് H. അപ്പോൾ BH, അപ്പുറത്തും BH തന്നെ. അപ്പോൾ 2 BH. അപ്പോൾ ചുറ്റിലുള്ള ഫേസ് എന്ന് പറഞ്ഞാൽ ഈ 4 ഫേസാണ്. ഒന്ന് ഇത്, അത് തന്നെ സെയിം ഇത് എന്താ? ഇതെന്തറിയാ? L × H. അപ്പോൾ 2 LH മുന്നിലും ബാക്കിലും. ഇനി സൈഡിലും ലെഫ്റ്റിലും ഏതാ? BH. അപ്പോൾ 2BH. അപ്പോൾ 2LH + 2BH ആണ് എന്ത്? ലാറ്ററൽ സർഫസ് ഏരിയ. H-ഉം
2 കോമൺ ആണ്. അപ്പോൾ 2h പുറത്തെടുത്ത് എന്ത് വരും? 2h പുറത്തെടുത്ത് കഴിഞ്ഞാൽ L+B എന്ന് വന്നു. 2h × L+B, 2h × L+B, അതാണ് ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പോൾ ക്യൂബോയിഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ. നമുക്കൊന്നുകൂടെ പഠിച്ചെടുക്കാം, പണ്ട് പഠിച്ചാണ്, എന്നാലും ഒന്നുകൂടെ പഠിച്ചെടുക്കാം. റൈറ്റ് സർക്കുലർ സിലിണ്ടറിന്റെ ബേസ് രണ്ടും മേലെ ആയാലും താഴെ ആയാലും ബേസസ് സർക്കിൾസ് ആണ്. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr². രണ്ടിൻ്റെയും കൂടെ കൂട്ടിയാൽ 2 πr² വരും അല്ലേ? ഓക്കെ. അതിന് കർവ്ഡ് സർഫസ് ഏരിയ എന്താ? കർവ്ഡ് സർഫസ് ഏരിയ എന്താണെന്ന് അറിയാൻ ആദ്യം നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ഒരു സിലിണ്ടർ ഉണ്ടാവുന്നത് നോക്കുക. ഒരു റെക്ടാങ്കുലർ ഷീറ്റ്, ഒരു റെക്ടാങ്കുലർ പേപ്പർ, റെക്ടാങ്കിൾ എടുത്തിട്ട് നമ്മൾ അതിനെങ്ങനെ മടക്കിയാണ് സിലിണ്ടർ ഉണ്ടാക്കുക. ഒരു സിലിണ്ടർ ആക്കി മാറ്റുക. ഇത് ഞാൻ വൃത്തിക്ക് മടക്കിയാൽ സിലിണ്ടർ ആയിട്ട് മാറും. ഓക്കെ. നിങ്ങളൊരു പേപ്പർ എടുത്ത് വൃത്തിക്ക് മടക്കി നോക്ക്. ഇങ്ങനെ കർവൊക്കെ സെറ്റാക്കിയാൽ എന്തായിട്ട് മാറും? സിലിണ്ടർ ആയിട്ട് മാറും അല്ലേ? സിലിണ്ടർ ആയിട്ട് മാറും. ഓക്കെ. അതപ്പോൾ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്നാൽ കർവുള്ള ഭാഗം അല്ലേ? കർവുള്ള ഭാഗം, ഈ കർവുള്ള ഭാഗം, ഈ ഭാഗം, ഈ ഞാൻ പിടിക്കുന്ന ഭാഗം, അതാണ് ഇത് കർവ്ഡ് സർഫസ്. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് ഈ റെക്റ്റാങ്കിളിന്റെ ഈ ഭാഗമല്ലേ, ഈ ഫേസ് ഞാൻ ഇത് മടക്കുന്ന സമയത്ത് മടക്കി സിലിണ്ടർ ആക്കുമ്പോൾ അതെന്തായിട്ടാണ് മാറുന്നത് നോക്കണേ. ആ ഫേസ് കർവ്ഡ് സർഫസ് ആയിട്ട് മാറുന്നു. കണ്ടോ? ആ ഫേസ് കർവ്ഡ് സർഫസ് ആയിട്ട് മാറി. കർവ്ഡ് സർഫസ് ആയിട്ട് മാറുന്നത് എന്താ? സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ആയിട്ട് മാറുന്നത് എന്താ? ഈ റെക്റ്റാങ്കിൾ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഒരു സിലിണ്ടറിനെ നിങ്ങളിങ്ങനെ കുത്തനെ മുറിച്ചു കഴിഞ്ഞാൽ നൂർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഒരു റെക്റ്റാങ്കിൾ കിട്ടുക. അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഇനിയല്ലേ കർവ്ഡ് സർഫസ് ഏരിയ? ഓക്കെ. റെക്റ്റാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ. ഈ ലെങ്ത്ത് ഞാൻ ഇതിനെ സിലിണ്ടറാക്കി മാറ്റുമ്പോൾ, ഈ റെക്റ്റാങ്കിളിനെ ഞാൻ സിലിണ്ടറാക്കി മാറ്റുമ്പോൾ ലെങ്ത് എന്തായിട്ട് മാറുന്നത് നോക്കണേ. ലെങ്ത് എന്തായിട്ടാണ് മാറുന്നത് നോക്കണേ. ലെങ്ത് എന്തായിട്ടാണ് മാറുന്നത്? ഇങ്ങനെ ആക്കി മാറ്റുമ്പോൾ ഇങ്ങനെ സിലിണ്ടറാക്കി ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ സിലിണ്ടറാക്കി മാറ്റുമ്പോൾ ലെങ്ത് എന്തായിട്ടാകുന്നത്? ലെങ്ത് സർക്കിളായിട്ടാണ് മാറുന്നത്. അപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിളിൻ്റെ സർക്കംഫറൻസ്. അത് എത്രയാ? സർക്കിളിൻ്റെ സർക്കംഫറൻസ് എത്രയാ? 2πr. ആൻഡ് ഇതിനെ ഇങ്ങനെ സിലിണ്ടറാക്കി മാറ്റുന്ന സമയത്ത് ഈ ബ്രെഡ്ത്ത് എന്തായിട്ട് മാറി നോക്കണം. ബ്രെഡ്ത്ത് ഇങ്ങനെ സിലിണ്ടറാക്കി മാറ്റിയ സമയത്ത് ബ്രെഡ്ത്ത് എന്തായിട്ട് മാറുന്നത്? ഹൈറ്റ് ആയിട്ട് മാറി അല്ലേ? ഇതിങ്ങനെ സിലിണ്ടറാക്കി മാറ്റിയ സമയത്ത് ഇതിങ്ങനെ മടക്കി കറക്റ്റ് ആക്കി സിലിണ്ടറാക്കി മാറ്റിയ സമയത്ത് ബ്രെഡ്ത്ത് എന്തായിട്ട് മാറി? ഹൈറ്റ് ആയിട്ട് മാറി അല്ലേ? അപ്പോൾ ഇൻറ്റു ഹൈറ്റ് 2πrh ആണ് എന്ത്? കർവ്ഡ് സർഫസ് ഏരിയ. സോ കർവ്ഡ് സർഫസ് ഏരിയ കിട്ടി 2πrh ആണ്. ഓക്കെ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്താ? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ആ കർവ്ഡ് സർഫസ് ഏരിയയുടെ കൂടെ മേലെ താഴെയുള്ള സർക്കിളിൻ്റെ ഏരിയ കൂട്ടുക. മേലെ താഴെയുള്ള സർക്കിൾസിൻ്റെ ഏരിയ ഏതൊക്കെയാ? 2πrന്റെ കൂടെ എന്ത് കൂട്ടുക? മേലെ താഴെയുള്ള സർക്കിൾസിൻ്റെ ഏരിയ കൂട്ടുക. ഒരു സർക്കിളിൻ്റെ ഏരിയ πr². അപ്പോൾ 2 സർക്കിളില്ലേ? മേലെയുണ്ട് താഴെയുണ്ട് അല്ലേ? അപ്പോൾ 2πr². അപ്പോൾ 2πrh + 2πr² ആണ് എന്ത്? ടോട്ടൽ സർഫസ് ഏരിയ. നിങ്ങൾക്ക് ഒന്നുകൂടി ഇങ്ങനെ പഠിച്ചു വെക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ സ്കൂളൊക്കെ പഠിപ്പിക്കുക എങ്ങനെ അറിയോ? ഇതിൽ രണ്ടിലും 2πr കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 2πr പുറത്തെടുക്കും. എന്നിട്ടോ ബ്രാക്കറ്റിൻ്റെ അകത്ത് h+r ഇങ്ങനെയും പഠിച്ചു വെക്കാം. രണ്ടിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഇത് പഠിക്കാം. കൂടുതൽ സൗകര്യം ഇത് പഠിക്കുന്നതായിരിക്കും. പക്ഷേ ഇത് ഓർമ്മിച്ച് വെക്കാൻ ഇതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം. മനസ്സിലാക്കി ഓർമ്മിച്ച് വെക്കാൻ ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അല്ലെങ്കിൽ ഇത് പഠിച്ചു വെക്കാം. രണ്ടും സെയിം ആണ്. പേടിക്കാനില്ല. വോളി എന്താ വരിക? വോളി എന്ന് പറഞ്ഞാൽ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ റെഗുലർ ഷേപ്പ് അല്ലേ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ താഴെ മുതൽ മേലെ വരെ ഒരേ ഷേപ്പല്ലേ? നോക്ക്, ഈ ഫിഗർ നോക്കുമ്പോൾ താഴെ മുതൽ മേലെ വരെ ഒരേ ഷേപ്പിലല്ലേ പോകുന്നത്? അല്ലാണ്ട് ഇങ്ങനെ ചരിഞ്ഞു പോകുന്നുണ്ടോ? ഇല്ല, ഒരേ ഷേപ്പ്. അപ്പോൾ എന്താ? ബേസിൻ്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസിൻ്റെ ഏരിയ എത്രയാ? ബേസിൻ്റെ ഏരിയ എന്താ? സർക്കിളാണ് ബേസ്. അപ്പോൾ അതിൻ്റെ ഏരിയ πr² ഇൻറ്റു h. πr² ആണ് എന്ത് വരിക? വോളിയം വരിക. ഓക്കെ. നെക്സ്റ്റ് വൺ സ്ഫിയറിൻ്റെ വോളിയവും ടോട്ടൽ സർഫസ് ഏരിയയും പഠിച്ചു വെച്ചാൽ ഹെമിസ്ഫിയർ എളുപ്പമാണ്. സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr³ ആണ്. 4/3 πr³ ആണ് വോളിയം. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr². ടോട്ടൽ സർഫസ് ഏരിയ 4πr². സ്ഫിയറിനെ ഹാഫ് ആക്കി കട്ട് ചെയ്താണല്ലോ ഹെമിസ്ഫിയർ. നമുക്ക് അറിയാം. അപ്പോൾ സ്ഫിയറിൻ്റെ വോളിയം എത്രയാണോ അതിൻ്റെ കറക്റ്റ് പകുതി, കറക്റ്റ് ഹാഫ് ആണ് വരിക ഹെമിസ്ഫിയറിൻ്റെ വോളിയം. സ്ഫിയറിൻ്റെ വോളിയം 4/3 πr³ ആണ്. അതിൻ്റെ കറക്റ്റ് ഹാഫ് 2/3 πr³ ആണ് എന്ത് വരിക? ഹെമിസ്ഫിയറിൻ്റെ വോളിയം വരിക. എന്നാൽ ടോട്ടൽ സർഫസ് ഏരിയ സ്ഫിയറിൻ്റെത് 4πr² ആണ്. പക്ഷേ ഹെമിസ്ഫിയറിൻ്റെത് 4πr² പകുതി 2πr² അല്ല. കാരണം നമ്മൾ ഇതിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ പകുതിയാവും. എന്തിൻ്റെ? ഹെമിസ്ഫിയറിൻ്റെ പകുതിയായിട്ട് മാറുന്നുണ്ട്. 2πr² വരും. പക്ഷേ അത് ടോട്ടൽ സർഫസ് ഏരിയ അല്ല, കർവ്ഡ് സർഫസ് ഏരിയ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്ഫിയറിനെ കട്ട് ചെയ്ത് ഹെമിസ്ഫിയർ ആക്കുന്ന സമയത്ത് കട്ട് ചെയ്യുമ്പോൾ ഒരു ഹെമിസ്ഫിയർ നമുക്ക് കിട്ടിയല്ലോ. ആ മുറിച്ച ഫേസ് ഇല്ലേ, മുറിക്കുന്ന സമയത്ത് ഒരു പുതിയ ഫേസ് അവിടെ ഉണ്ടാവുന്നില്ലേ? അതിൻ്റെ ഏരിയയും കൂടെ എക്സ്ട്രാ വരൂലേ? ഈ ഏരിയ നമ്മൾ ചക്കൊക്കെ വെട്ടിയിട്ട് ചക്കൊക്കെ നടുക്കുന്ന മുറിക്കുമ്പോഴേ ചക്കൊക്കെ വീട്ടിലുണ്ടാവില്ലേ? ഓക്കെ, ഉണ്ടെങ്കിൽ ചക്കൊക്കെ നടുക്കുന്ന മുറിക്കുമ്പോൾ ആ ചക്കച്ചോളുള്ള ഭാഗം നമ്മൾ പുതിയതായിട്ട് കാണില്ലേ? മുറിച്ച സമയത്തല്ലേ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയ പുതിയതായിട്ട് വന്നതല്ലേ? അതേപോലെ തന്നെ ഈ ഹെമിസ്ഫിയറിനെ മുറിച്ചിട്ട് ഒരു സ്ഫിയർ ഉണ്ടാക്കിയ സമയത്ത് ഈ ഏരിയ മുറിച്ച ഏരിയ നമ്മൾ പുതിയതായിട്ട് കാണില്ലേ? അതപ്പോൾ അതിൻ്റെ ഏരിയ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഈ ടോട്ടൽ സർഫസ് ഏരിയ 4πr² അല്ലേ? അത് പകുതിയായിട്ട് എന്തായിട്ട് മാറും? കർവ്ഡ് സർഫസ് ഏരിയ. ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ നേരത്തെ തന്നെ ടോട്ടൽ സർഫസ് ഏരിയൻ്റെ പകുതിയാണ്, ഹാഫാണ്. 4πr² പകുതി 2πr². അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്താ വരിക? ഈ കർവ്ഡ് സർഫസ് ഏരിയൻ്റെ കൂടെ ഈ സർക്കിളിൻ്റെ ഏരിയയും കൂടി ആഡ് ചെയ്യാം. ഇത് കർവ്ഡ് സർഫസ് ഏരിയ 2πr² അതിൻ്റെ കൂടെ സർക്കിളിൻ്റെ ഏരിയ πr² കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ 3πr² കിട്ടും ടോട്ടൽ സർഫസ് ഏരിയ. വോളിയം കറക്റ്റ് പകുതി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാ ഷേപ്സും പഠിച്ചു കഴിഞ്ഞു, എല്ലാ സോൾഡ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മക്കളെല്ലാം പഠിച്ചു, എല്ലാ ഇക്വേഷൻസ് പഠിച്ചു. ഇനി ഇതാ പഠിച്ചോ, ഇതിൻ്റെ ഫോർമുല ഷീറ്റ് ഇതാ പഠിച്ചോ. സ്ഫിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ കർവ്ഡ് സർഫസ് ഏരിയ കൊടുത്തിട്ടില്ല. കാരണം
എന്തുകൊണ്ടാണ് സ്ഫിയറിൻ്റെ കാര്യത്തിൽ ഇവിടെ ബ്ലാങ്ക് കൊടുക്കാനുള്ള കാരണം സ്ഫിയറിന് കർവ്ഡ് സർഫസ് ഇല്ലല്ലോ ടോട്ടൽ സ്ഫിയറിന് കർവ്ഡ് സർഫസ് മാത്രമല്ലേ ഉള്ളൂ സ്ഫിയറിന് ടോട്ടൽ കർവ്ഡ് സർഫസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എന്താ കർവ്ഡ് സർഫസ് തന്നെയാണ് ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കൊടുത്താൽ മതി. ഓക്കെ. ആൻഡ് വേറൊരു കാര്യം, ഇവിടെ ആക്ച്വലി ക്യൂബ് ആണെങ്കിലും ക്യൂബോയിഡ് ആണെങ്കിലും ഇത് LSA ആണ്. ഇത് രണ്ടും LSA ആണ്, CSA അല്ല കേട്ടോ. LSA ലാറ്ററൽ സർഫസ് ഏരിയ ആണ് കേട്ടോ. ഓക്കെ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടി, ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, ഇത് വെച്ച് പഠിച്ചോളൂ കേട്ടോ. എക്സാമിന് ഫോർമുല ഷീറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. പിന്നെ ക്വസ്റ്റ്യനിൽ പൈൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ പൈൻ്റെ വാല്യൂ മക്കൾ 22/7 മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ പ്രോബ്ലം ചെയ്യുമ്പോൾ. ക്വസ്റ്റ്യനിൽ പൈൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ 22/7 മാത്രമേ യൂസ് ചെയ്തോളാം. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.